പ്രൈസ് ലോർഡ്. നമുക്കെല്ലാവർക്കും ചേർന്ന് 51 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 51, 51 സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എനിക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാവത്തിലെ സത്യമല്ലോ ദീക്ഷിക്കുന്നത്, അന്തരങ്ങൾ എന്നെ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിൻ്റെ ഹന്യാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ചേർന്ന് വായിക്കാം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. അനുഗ്രഹിക സങ്കീർത്തനത്തിൽ ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധന ദിവസം ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ മധ്യത്തിൽ വൻകാര്യങ്ങൾ ചെയ്തു എന്ന് പിന്നെയും പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കരത്തുന്നതിൽ കൂടി നമുക്ക് പ്രസ്താവിപ്പാനിടയായല്ലോ. അനുഗ്രഹീതമായ പാട്ടുകളൊക്കെ ദൈവം നമുക്ക് നൽകുവാനിടയായി തീർന്നു. ഇപ്പോൾ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 51 സങ്കീർത്തനം നമ്മൾ അതിൻ്റെ ആദ്യ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ദാവീദ് ഒരു പാപത്തിൽ വീഴപ്പെട്ടതായൊരവസ്ഥ, അകൃത്യത്തിൽ താണുപോയതായ ഒരു അവസ്ഥയിൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആ നാഥാൻ പ്രവാചകനെ അയച്ച് ദൈവം ആ പാപത്തെ ഗ്രഹിക്കത്തക്ക രീതിയിൽ ഒരു ദൂതോടുകൂടെ തൻ്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകനെ അയച്ചപ്പോൾ തനിക്ക് ലഭിച്ചതായ ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തിൽ നിന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം രചിക്കുവാനിടയായി തീർന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിക്കുക എന്നത് ജീവിതത്തിൽ എത്ര ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുക. നമ്മളാരും നീതിമാന്മാരായിട്ടല്ലോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ ദൈവത്തിന് തന്നെ നമ്മോടുള്ള ദയ, ദൈവത്തിന് നമ്മോടുള്ള കൃപ കാണിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതാണല്ലോ നമ്മളോടുള്ള ശ്രേഷ്ഠമേറിയ കാര്യം. ദൈവത്തിൽ നിന്നുള്ള ക്ഷമ പ്രാപിക്കുക, അതിൻ്റെ ആ ക്ഷമയുടെ ആഴങ്ങൾ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ സങ്കീർത്തനത്തിൽ കൂടെ സാധിക്കും. അവിടെ ചില സങ്കീർത്തനത്തിൻ്റെ ചില വേർഡിങ്സുകൾ വളരെയധികം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ ആദ്യത്തെ വചനങ്ങളിലൊക്കെ പറഞ്ഞതിൻ്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ കരുണയുടെ ബഹുത്വ പ്രകാരം നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വം എന്തെന്ന് മനസ്സിലാക്കുവാനുള്ളൊരു കാഴ്ചപ്പാട് ഈ പാപത്തിലൊക്കെ വീണുപോയ അവസ്ഥയിൽ പോലും ദാവീദിന് ഉണ്ടായിട്ടല്ലേ
ദാവീദ് ദൈവമേ നിൻ്റെ കരുണയുടെ ബഹുത്വം എത്രമാത്രം ശ്രേഷ്ഠമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വത്തോട് അടുത്തു വരുവാൻ, ചേർന്നടുത്തു വന്ന് ദൈവത്തോട് കൃപ യാചിപ്പാൻ വേണ്ടി ദാവീദ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിച്ചവരാണ് നാം ഓരോരുത്തരും. അത് എത്രയും ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ആ കൃപയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെതായ ആകെ ഉള്ള അന്തസത്ത. നമ്മുടെ ജീവിതത്തിൽ പാപികളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ച ആ മഹാ സ്നേഹത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മറന്നു പോകുവാൻ ഇടയാകരുത്. പലപ്പോഴും പലരും സാമുദായിക കാഴ്ചപ്പാടിൽ നിന്നും സാമുദായിക ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഈ വിശ്വാസത്തിലേക്ക്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ തുടക്കുമ്പോഴും ദൈവമേ പാപിയായനോട് കരുണ തോന്നണമേ. അതൊരു സാമുദായിക ഒരു ഫ്രേസാണ്, പാപിയായനോട്. കാരണം ഇപ്പോഴും ഓരോ പ്രാവശ്യം അടുത്തു വരുമ്പോഴും ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പില്ല. ഇപ്പോഴും ഒരു ചാഞ്ഞ വേലി പോലെ ഇങ്ങനെ അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറിയിരിക്കുന്നതായ അവസ്ഥ. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഞാൻ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, അതിലുപരിയായിട്ട് ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചാണ് നാം നമ്മുടെ നീതിയിലൊന്നും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ നീതിയിലുള്ളതായ ആ ഡിപ്പെൻഡൻസ് ആണ് ദൈവസന്നിധിയിൽ നാം കാണപ്പെടുന്നതിന് പോലും നമ്മളെ ഹേതുവാക്കി തീർക്കുന്നത്. അതിനപ്പുറത്തൊന്നും നമുക്ക് പുകഴുവാൻ സാധിക്കുകയില്ല. ആ പുകഴുവാൻ സാധിക്കാതെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആ ദൈവത്തിൻ്റെ നീതിയിൽ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ആശ്രയത്തിൻ്റെതായ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മുടെ മേൽ പകരപ്പെടുന്നതായ ആ കൃപയുടെ ബഹുത്വത്തിൻ്റെ ആഴം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ആത്മശക്തിയുടേതായ ആഴം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾക്ക് മുമ്പാകെ കർത്തൃമേശ ഉണ്ടല്ലോ, അധികം സമയം നമ്മുടെ മുന്നിലില്ലല്ലോ. ഒരു വാക്യം കൂടി മാത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദാവീദിൻ്റെ ഈ പാപത്തിൽ വീണുപോയ ദാവീദിൻ്റെ ഉള്ളത്തിൽ തന്നെ തന്നിലുള്ള കാഴ്ചപ്പാടിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുക. നിർമ്മലമായൊരു ഹൃദയം, സ്ഥിരമായൊരാത്മാവ് ഒക്കെ എന്നിൽ പുതുക്കണമേ എന്ന് ദാവീദിൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തമേറിയ ഒരു ഇച്ഛ, ഒരാഗ്രഹമാണ് താൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പകർന്നു വെക്കുന്നത്. നിർമ്മലമായ ഹൃദയം ദൈവമേ എനിക്ക് തരണമേ, സ്ഥിരമായൊരാത്മാവിനെ. ഞാനൊന്ന് പറയാം. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പോലെ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇച്ഛ, ദൈവമേ നിർമ്മലമായ ഹൃദയം, ഒരു സ്ഥിരമായൊരാത്മാവെ എനിക്ക് തരണമേ എന്ന് ഇച്ഛിക്കണമെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ ദൈവം ആ കാഴ്ചപ്പാട് തരാതെ നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രവർത്തിക്കാതെ ദൈവത്തോട് കൃപയ്ക്കായി യാചിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവത്തോട് അടുത്ത് വരാൻ സാധിക്കത്തില്ല. അതാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളം. എന്നിൽ നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്, എന്നിൽ സ്ഥിരമായൊരു ആത്മാവിൻ്റെ ആവശ്യമുണ്ടെന്ന് ദാവീദിന് ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൽ കൂടെ ബോധ്യമായി. ആ ബോധ്യം തന്നെ ഉള്ളിൽ വന്നപ്പോൾ ആ ഒരു പ്രാർത്ഥന തനിക്ക് ഉരുവിടുവാൻ ഇടയായിത്തീർന്നു. അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ജയോത്സവമായ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ചുറ്റുപാടുകളിൽ കൂടെ നമ്മൾ ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നമ്മളാകട്ടെ, നമ്മുടേതായ യൂത്ത്സ് ഒക്കെ ആകട്ടെ, അവർ ചുറ്റുപാടുകളിലോ കൂടുതലും ആത്മീയ അന്തരീക്ഷത്തെക്കാട്ടും കൂടുതൽ അവർ ജഡികമായ ആ അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നത്. ഇന്നത്തേതായ ജീവിത സാഹചര്യങ്ങൾ, ജീവിത ചുറ്റുപാടുകൾ, പല ടെംപ്ടേഷൻസുകൾ, പല സംഘർഷഭരിതമായ, നമ്മൾ ചിലപ്പോൾ ഒരു വിശുദ്ധിയുടെ മുഖമായിരിക്കും പലർക്കും കൊടുക്കുന്നത്. എന്നാൽ അവരുടെ ഉള്ളിൽ കൂടി, ഞാൻ പ്രത്യേകിച്ച് യൂത്ത്സിനെ കുറിച്ചാണ് പറയുന്നത്, ഇന്നത്തെ ഈ ജഡമയം നിറഞ്ഞതായ ഈ ലോകത്തിൽ എത്ര സംഘർഷങ്ങളെ, എത്ര ടെംപ്ടേഷൻസുകളെ അതിജീവിച്ചാണ് ഒരു ജയോത്സവമായ ക്രിസ്തീയ ജീവിതം തയ്ച്ച് അവർ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ജീവിതം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെക്കാട്ടിയും എന്തിൽ പോലും വഴുതി വീഴാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു സ്ഥിരമായ ആത്മാവിനെ പ്രാപിച്ച് ദൈവശക്തിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് എത്രയധികം ചലഞ്ചായ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ്. ഇന്നത്തെ സഭാന്തരീക്ഷത്തിൽ
സാദൃശ്യത്തിൽ പലപ്പോഴും ആ തെറ്റിൽ വീണുപോയതായ ഒരു അവസ്ഥയിൽ എങ്ങനെ ആ ഒരാളെ എങ്ങനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തി കൂടെ നടത്തി ദൈവവുമായിട്ടുള്ള ഒരു സാമീപ്യത്തിലേക്ക് പിന്നെയും നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പലപ്പോഴും സഭാന്തരീക്ഷത്തിൽ പലർക്കും പലപ്പോഴും അതിൻ്റെതായ ഒരു റൂം പലപ്പോഴും വേർതിരിക്കപ്പെടുന്നില്ല എന്നൊരവസ്ഥയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെയും കൗൺസിലിങ്ങിൻ്റെ ആകട്ടെ ഒരു ആത്മീയമായ ഒരു കൂട്ടായ്മയുടേതായ ഒരു ബലം, കൂട്ടായ്മയുടേതായ ഒരു സ്ട്രെങ്ത് അവർക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ പിന്നെയും ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുവാനിടയായിത്തീരും. ദൈവസന്നിധിയിൽ ഇതിലൊക്കെയും നമ്മൾ ജയം പ്രാപിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നവരാകണം. ആരും പറഞ്ഞു തന്ന് ഉള്ളതല്ല. ഞാനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ നമ്മൾക്ക് ഒരു ജയോത്സവമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. അടുത്തത്, ഈ നിർമ്മലമായ ഹൃദയം, സ്ഥിരമായ ഒരു ആത്മാവിനെ പ്രാപിച്ച് നാം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ ഒരു കാര്യമാണ് ഗലാത്യ ലേഖനം 5:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. നമ്മൾ സ്ഥിരമായ ഒരു ആത്മാവിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ പലപ്പോഴും ചാഞ്ചാടുന്ന അവസ്ഥയാണ് വേവറിങ് സ്പിരിറ്റ്. സ്ഥിരമായ ഒരു ആത്മാവിന് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വേവർ ചെയ്യുന്നതായ അവസ്ഥയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ആരംഭിച്ചാൽ, ദൈവകൃപയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോയാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതൊന്നും നമ്മുടേതായ വിൽ പവർ കൊണ്ട് ജയോത്സവമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധിക്കാതിരിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെതായ പാതയിൽ തന്നെ ദൈവവുമായിട്ടുള്ള ആഴമേറിയ വ്യക്തിബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ, ഏതൊക്കെ ടെംപ്റ്റേഷനുകൾ, സംഘർഷഭരിതമായ ചലഞ്ച്ഫുള്ളായിട്ടുള്ള അവസ്ഥകളിലും ദൈവം നമ്മളെ ജയോത്സവമായി നമ്മൾ സ്ഥിരമായ ആത്മാവിൽ, ആത്മശക്തിയിൽ നമ്മൾ ഈ ജഡമയമായ ലോകത്തിൽ നമ്മൾ ജയോത്സവമായി നിലനിന്ന് പാപത്തിന്മേൽ ജയം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുന്നതായ സമയത്ത് യൂത്ത്സിനോട്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങളോട് എഴുതുന്നു. അത് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സമയം ദീർഘിക്കത്തുകൊണ്ട് ആ ഭാഗത്തിലോട്ട് കടക്കുന്നില്ല. ഇതെന്ന് പറയുമ്പോൾ, നിങ്ങൾ ലോകത്തെ ജയിച്ച് പാപത്തെ ജയിച്ചവരായതുകൊണ്ട് നിങ്ങൾ പാപത്തെ ജയിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്ക് ഈ ലേഖനം എഴുതുന്നതെന്നൊക്കെയാണെന്ന് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപത്തെ ജയിച്ച് ജഡത്തിൻ്റെതായ സകല കൺവെൻഷനുകളും നീക്കി വിശുദ്ധിയെ തികച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വരവിനായി നമ്മൾ ഒരുക്കപ്പെടുവാൻ വേണ്ടി ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രബോധനത്തോടെ ഞാൻ വാക്ക് നിറയ്ക്കുന്നു. നന്ദി.